ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളടുത്ത് പരിചയപ്പെടുത്തുന്നത് എളുപ്പത്തിൽ എങ്ങനെ കളരിയിലെ സൂചിക്കിരിക്കൽ ഇത് പഠിക്കുക എന്നുള്ളതാണ്. ആം, അഹ് അത് തുടക്കത്തിൽ നമ്മൾ നേർക്കാല്, വീതുകാല് ഇതൊക്കെ പഠിക്കുന്ന ഇതിൽ ആണ് സൂചിക്കാല് എന്നുള്ളതുണ്ട്. തുടക്കത്തിൽ നേർക്കാലൊക്കെയാണ് എടുക്കുക. ബോഡി കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയതിന് ശേഷമാണ് ഈ ഒരു സൂചിക്കാല് എടുക്കുക. അപ്പോൾ ഞാൻ കുട്ടിനാൾ പഠിച്ചിട്ടുള്ളതല്ല, 40 വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കളരി പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും അതെങ്ങനെ പഠിച്ചു എന്ന് വെച്ചാൽ കാല് ജസ്റ്റ് കാണിച്ചു തരാം. കാല് റൈസ് ചെയ്തിട്ട് ഒരു 10 കൗണ്ട് റൈറ്റ് കാലും ലെഫ്റ്റ് കാല് 10 കൗണ്ട് അങ്ങനെ ചെയ്യും. അങ്ങനെയാണ്. പിന്നെ രണ്ടാമത്തൊരു മെത്തേഡ് എന്ന് വെച്ചാൽ സൈഡ് സിറ്റപ്പ്. അതറിയാലോ, സൈഡിലിരുന്ന് ഒരു 10 കൗണ്ട് അത് സൈഡ് സിറ്റപ്പ് ചെയ്യും. പിന്നെ ചെയ്യുന്നത് ചുമരിൽ കാല് കയറ്റി കൊണ്ടുപോയിട്ടാണ് നെക്സ്റ്റ് ചെയ്യൽ. അത് കാണിച്ചു തരാം. ചുമരൊക്കെ നല്ല പെയിൻ്റ് അടിച്ച് സുന്ദരമായ ചുമരിൻ്റെ മുകളിലൊന്നും പോകണ്ട കേട്ടോ. ഇങ്ങനെ കൊണ്ടുപോയി അടുത്തിങ്ങനെ വെച്ചിട്ട് കാല് കയറ്റിയിട്ടാണ് പിന്നെ കുറച്ചും കൂടി ആ രീതിയിൽ കാലിനെ ഫ്ലെക്സിബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ സൂചിക്കാല് ചെയ്യേണ്ട വിധം പറഞ്ഞുതരാം. ആദ്യം കാല് കയ്യിലേക്ക് ചെവിയിലിങ്ങനെ നിർത്തി കൈ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാതെയാണ് ചെയ്യേണ്ടത്. അത് അത്രയും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, കാല് ഫസ്റ്റ് എടുത്ത് വലത് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലേക്ക് ടച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇവിടുന്ന് അടിച്ചിട്ട് ബാക്കിലേക്ക് ഫസ്റ്റ് ചെയ്യുന്നവർ സ്ലോലി പോവുക. ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, ഫ്ലോറിൽ തട്ടുന്ന രീതിയിൽ. അതാണ് സൂചിക്കാല് എന്ന് പറയാം. ഇനി അവിടെ നിന്ന് ബാക്കിലെ കാലാണ്. ഇനി ഇടത് കാല് വീശുമ്പോൾ ഇടത് കാലാണ് സൂചിക്കിരിക്കേണ്ടത്. അപ്പോൾ ഈ കാല് ഇവിടെ വെച്ചിട്ട് ബാക്കിലെ കാല് ആണ് വലിക്കുക. ഇനി കൊടുന്ന് എന്ത് ചെയ്യാം, ഇടത് കാല് ഓക്കെ ബാക്കിലേക്ക് അറിയാം. ഇനി ഇടത് കാല് ഓക്കെ, ഇനി ഇടത് കാല് ബാക്കിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കാൻ കഴിഞ്ഞത് ഒരു 3 മാസത്തോളം കണ്ടിന്യൂ ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതാർക്കും പറ്റും. ആയോധന കലയിൽ ഇങ്ങനെ ഒരു ഇരുത്തം പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ കിക്ക് ചെയ്യുമ്പോഴും ഒക്കെ കിട്ടും. ഇത് കളരിയിലെ തുടർന്നുള്ള മറ്റു പഠനങ്ങൾക്ക് വളരെ സഹായകരമാണ്. മാത്രമല്ല ബോഡി ഫ്ലെക്സിബിൾ ആവാൻ ഞാൻ പറഞ്ഞല്ലോ, കളരി പഠിക്കുമ്പോൾ ഒരുപാട് മറ്റു ഗുണങ്ങളുമുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതുപോലെയുള്ള ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരും. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം, നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. വീണ്ടും വീഡിയോ ഇട്ട് വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.